തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി LDF. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസിൽ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. 2015 മുതൽ 2025 വരെ തൃശൂർ കോർപ്പറേഷനിൽ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ രാജൻ പല്ലൻ തന്റെ ഭരണ നേട്ടങ്ങളായി അവതരിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. പട്ടാളം റോഡ് സഞ്ചാര യോഗ്യമാക്കൽ, പൂഞ്ഞോൾ റെയിൽവേ മേൽപ്പാലം, ശക്തൻ ബസ് സ്റ്റാൻഡ്, പഴം, പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണം തുടങ്ങി ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് രാജൻ പല്ലൻ അവകാശവാദം ഉന്നയിച്ചത്. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ രാജൻ പല്ലനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകിയിരിക്കുകയാണ്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസിൽ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ LDF പരാതി നൽകിയിരിക്കുന്നത്. 2015 മുതൽ 2025 വരെ തൃശൂർ കോർപ്പറേഷനിൽ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെയാണ് രാജൻ പല്ലൻ തന്റെ ഭരണ നേട്ടങ്ങളായി അവതരിപ്പിച്ചു എന്നതാണ് ഈ ഒരു പരാതിയിൽ പ്രധാനമായും പറയുന്നത്. പട്ടാളം റോഡ് സഞ്ചാര യോഗ്യമാക്കൽ, പൂഞ്ഞോൾ റെയിൽവേ മേൽപ്പാലം, ശക്തൻ ബസ് സ്റ്റാൻഡ്, പഴം, പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണം തുടങ്ങി ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് വികസന പ്രവർത്തനങ്ങളാണ് രാജൻ പല്ലൻ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള പല പ്രസിദ്ധീകരണങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുന്നണിയും അവർ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മളൊരു മുന്നണി എന്ന നിലയിൽ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിയമപ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വസ്തുതാവിരുദ്ധവും അസത്യങ്ങളും പ്രചരിപ്പിക്കുക, ഈ പ്രധാനപ്പെട്ട അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് മേയർമാരായിരുന്ന ആളുകളാണ് അജിത വിജയനും അജിത ജയരാജനും. ആ സമയത്ത് MLA എന്ന ആൾ ഞാനാണ്, പിന്നീട് MLA എന്ന ആൾ ബാലേന്ദ്രനാണ്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. ഇതിങ്ങനെ ജനപ്രാതിനിധ്യ നിയമത്തിനകത്ത് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തെങ്കിലും ആ പരാതിയിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന നടപടികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ നടപടികളൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ജനങ്ങളോട് തുറന്നു പറയുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്.